നമസ്കാരം, ടൈം മീഡിയയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ കണ്ട വിഷ്വലിൽ സർക്കാർ ഉദ്യോഗസ്ഥർ കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണെന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. ED. അവർ തങ്ങളുടെ കോടതി ഉത്തരവുമായി ഔദ്യോഗിക ഡ്യൂട്ടി ചെയ്യാൻ എത്തിയവരാണ്. പക്ഷേ ഒരാൾക്കൂട്ടം വന്ന് അവരുടെ വഴി തടസ്സപ്പെടുത്തുന്നു, വണ്ടിയുടെ വിൻഷീൽഡ് കല്ലെറിഞ്ഞ് തകർക്കുന്നു, വനിതാ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരെ ഭീഷണിപ്പെടുത്തുന്നു. ആകെ ഒരു സംഘർഷാവസ്ഥ. 2026 മെയ് 27 കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ കണ്ടത് സാധാരണ രാഷ്ട്രീയ പ്രതിഷേധമല്ല, മറിച്ച് ഇന്ത്യൻ ഭരണഘടനയും നിയമവ്യവസ്ഥയും അനുവദിച്ചിട്ടുള്ള ഔദ്യോഗിക കൃത്യനിർവഹണം കായികമായി തടസ്സപ്പെടുത്തുന്ന അതീവ ഗുരുതരമായ ഒരു സാഹചര്യം തന്നെയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആ ഒരു രാഷ്ട്രീയ വിഷയമൊന്നുമല്ല, മറിച്ച് ഇത്തരം സാഹചര്യങ്ങളിൽ ഇന്ത്യയിലെ നിയമ സംവിധാനം, പ്രത്യേകിച്ച് പുതിയ ക്രിമിനൽ നിയമമായ ഭാരതീയ ന്യായ സംഹിത അഥവാ BNS അനുസരിച്ച് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് നൽകുന്ന ശിക്ഷകൾ എന്തൊക്കെയാണ് ഭയപ്പെടേണ്ടത് നമുക്ക് നോക്കാം. വളരെ കുറച്ചു കാലമായുള്ളൂ നമ്മൾ സാധാരണക്കാരായ ആളുകൾ ഈ ED, SFIO, SIT തുടങ്ങിയ ഏജൻസികളെക്കുറിച്ച് കേൾക്കുവാനും പറയുവാനും തുടങ്ങിയിട്ട്. വാസ്തവത്തിൽ ആരാണ് ഈ ED എന്ന് പറയുന്നത്? എന്താണ് അവരുടെ ഡ്യൂട്ടി? SFIO എന്നാൽ എന്താണ്? SIT എന്നത് എന്തന്വേഷിക്കുന്ന സംഘമാണ്? മാധ്യമങ്ങൾ തുറന്നാൽ ദിവസവും നമ്മൾ വലിയ പ്രാധാന്യത്തോടെ കേൾക്കുന്ന ചില വാക്കുകളുണ്ട്. ED റെയ്ഡ് നടത്തി, അല്ലെങ്കിൽ വലിയൊരു കോർപ്പറേറ്റ് തട്ടിപ്പ് അന്വേഷിക്കാൻ SFIO രംഗത്തിറങ്ങിയിരിക്കുന്നു, അതുമല്ലെങ്കിൽ ഒരു പ്രത്യേക കേസ് അന്വേഷിക്കാൻ കോടതി SIT രൂപീകരിച്ചു എന്നൊക്കെ. ശരിയല്ലേ? ഏറ്റവും പുതിയ ഉദാഹരണം എടുത്താൽ 2026 മെയ് മാസത്തിൽ കേരളത്തിൽ നടന്ന അതീവ പ്രാധാന്യമുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ റെയ്ഡുകൾ നമ്മൾ കണ്ടതാണ്. അപ്പോഴെല്ലാം പലരുടെയും മനസ്സിലുയരുന്ന വലിയൊരു സംശയമുണ്ട്, ഈ ED, SFIO, SIT എന്നിവയെല്ലാം ഒന്നാണോ? അഥവാ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവർക്ക് ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാനും സ്വത്ത് കണ്ടുകിട്ടാനും അധികാരമുണ്ടോ? ഇവരുടെയൊക്കെ അധികാര പരിധി എവിടം തൊട്ട് എവിടം വരെയാണ്? ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇന്ത്യൻ നിയമവ്യവസ്ഥയിലെ ഈ 3 വൻകിട അന്വേഷണ വിഭാഗങ്ങളെക്കുറിച്ചാണ്. വളരെ ലളിതമായി എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഇതിൻ്റെ പിന്നിലെ നിയമവശങ്ങൾ നമുക്കൊന്ന് നോക്കാം. വീഡിയോ പൂർണ്ണമായും ശ്രദ്ധയോടെ കാണണം, എങ്കിലേ ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുകയുള്ളൂ. ഇത്തരം ഇൻഫർമേറ്റീവായ വിവരങ്ങൾ സ്ഥിരമായി നിങ്ങൾക്ക് നൽകുന്ന ഈ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ആദ്യമേ തന്നെ ഓർമ്മിപ്പിക്കുന്നു. ആദ്യമായി നമുക്ക് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ EDയെ കുറിച്ച് ഒന്ന് നോക്കാം. കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള റവന്യൂ വകുപ്പിന്റെ കീഴിലാണ് ED പ്രവർത്തിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ, നികുതി വെട്ടിപ്പ്, നിയമവിരുദ്ധമായ വിദേശ സാമ്പത്തിക ഇടപാടുകൾ തടയുക എന്നതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. ഇവർ പ്രധാനമായും 3 ശക്തമായ നിയമങ്ങൾ നടപ്പിലാക്കാനാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന്, PMLA, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് 2002, കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ തടയലാണ്. 2, FEMA, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് 1999, വിദേശ നാണ്യ വിനിമയത്തിലുണ്ടാകുന്ന ക്രമക്കേടുകളും ഹവാല ഇടപാടുകളും തടയലാണ് ഇവരുടെ ജോലി. ഇനി FEOA, ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട് 2018, ബാങ്ക് പണം തട്ടിച്ച് ഇന്ത്യയിൽ നിന്നും വിദേശത്തേക്ക് കടന്നു കളയുന്ന സാമ്പത്തിക കുറ്റവാളികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടലാണ് ഇവരുടെ ഡ്യൂട്ടി. ഔദ്യോഗിക കണക്കുകൾ നോക്കിയാൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 2025-26 സാമ്പത്തിക വർഷത്തിൽ EDയുടെ നടപടികൾ ഇരട്ടിയോളമാണ് വർദ്ധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ 333 കേസുകളിൽ നിന്നും ഈ സാമ്പത്തിക വർഷം കുറ്റപത്രങ്ങളുടെ, അതായത് പ്രോസിക്യൂഷൻ കംപ്ലയിൻസിന്റെ എണ്ണം 657 ഇരട്ടിച്ചിരിക്കുകയാണ്. മാത്രമല്ല, സാധാരണക്കാരെ സംബന്ധിച്ച് ഈ അന്വേഷണ ഏജൻസി വലിയൊരു സഹായമാണ് ചെയ്യുന്നത്. അവരെ ശത്രുക്കളായിട്ട് നമ്മൾ കാണരുത്. കാരണം തട്ടിപ്പിനിരയായ സാധാരണക്കാർക്കായി 63,142 കോടിയിലധികം രൂപയുടെ സ്വത്തുക്കൾ വീണ്ടെടുത്ത് നൽകാൻ EDക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് മറക്കരുത്. എന്നാൽ EDക്ക് ഒരു വലിയ പരിമിതിയുണ്ട്. EDക്ക് സ്വമേധയാ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു കേസും ഏറ്റെടുക്കാൻ കഴിയില്ല. മറ്റേതെങ്കിലും ഏജൻസിയോ പോലീസോ ഒരു FIR രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ആ കേസിലെ സാമ്പത്തിക തിരിമറി അന്വേഷിക്കാൻ EDക്ക് അധികാരമുള്ളൂ. പക്ഷേ അന്വേഷണം അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പ്രതികളെ വാറന്റ് ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാനും സ്വത്തുക്കൾ കണ്ടുകെട്ടാനും EDക്ക് വിപുലമായ അധികാരവും നൽകിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ വിഭാഗമാണ് SFIO അഥവാ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. ഇത് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. എന്താണ് ഇതിൻ്റെ പ്രത്യേകതയെന്ന് വെച്ചാൽ, ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി ഏജൻസിയാണ്. അതായത് ഇതിൽ വെറും പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമല്ല ഉള്ളത്, മറിച്ച് ബാങ്കിങ്, ഫോറൻസിക്, ഓഡിറ്റ്,
കോർപ്പറേറ്റ് നിയമങ്ങൾ, വിവരസാങ്കേതികവിദ്യ, നികുതി തുടങ്ങിയ മേഖലകളിലെ ഉന്നത വിദഗ്ധരാണ് ഈ ടീമിലുള്ളത്. അപ്പോൾ ഇവർ ഒരു ഒന്നൊന്നര ടീമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. വളരെ സങ്കീർണമായ കോർപ്പറേറ്റ് തട്ടിപ്പുകൾ, ഷെൽ കമ്പനികൾ വഴിയുള്ള വഞ്ചന എന്നിവയാണ് ഇവർ പ്രധാനമായും അന്വേഷിക്കുന്നത്. എന്നാൽ ഈ ടീമിനും ഒരു പരിമിതിയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക ഉത്തരവില്ലാതെ SFIOയ്ക്ക് സ്വമേധയാ അന്വേഷണം തുടങ്ങാനോ കുറ്റപത്രം സമർപ്പിക്കാനോ കഴിയില്ല. ഇനി മൂന്നാമത്തെ വിഭാഗമാണ് SIT അഥവാ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. മുകളിൽ പറഞ്ഞ EDയും SFIOയും പോലെ സ്ഥിരമായി പ്രവർത്തിക്കുന്ന ഒരു ഓഫീസ് സംവിധാനം അല്ല SIT എന്ന് പറയുന്നത്. ഇതൊരു താൽക്കാലിക സമിതിയാണ്. അതീവ ഗൗരവമേറിയതോ സാമുദായിക പ്രാധാന്യമുള്ളതോ ആയ വലിയ കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ സാധാരണ പോലീസ് അന്വേഷണം നിഷ്പക്ഷമാവില്ല എന്ന് തോന്നുമ്പോഴാണ് സാധാരണയായി SIT രൂപീകരിക്കുന്നത്. സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോ ആണ് പ്രത്യേക ഉത്തരവിലൂടെ SIT രൂപീകരിക്കാറുമുള്ളത്. സാധാരണ പോലീസിനുള്ള എല്ലാ അന്വേഷണ അറസ്റ്റ് അധികാരങ്ങളും SITക്കുണ്ട്. എന്നാൽ അവർ തങ്ങളുടെ അന്വേഷണ റിപ്പോർട്ട് നേരിട്ട് കോടതിയിലോ രൂപീകരിച്ച അതോറിറ്റിയിലോ ആണ് സമർപ്പിക്കുന്നത്. ആ പ്രത്യേക കേസിന്റെ അന്വേഷണം കഴിഞ്ഞാൽ ഈ ടീം പിരിച്ചുവിടുകയും ചെയ്യും. അതോടെ അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞു. ഇവിടെ പലരുടെയും മനസ്സിലുള്ള വലിയൊരു സംശയമാണ്, ഒരു കേസിൽ SFIO അന്വേഷണം നടത്തുമ്പോൾ EDക്ക് അവിടെ സമാന്തരമായി കേസ് അന്വേഷിക്കാൻ കഴിയുമോ എന്നത്. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കേരളത്തിലെ CMRL, അതായത് CMRL മാസപ്പടി കേസ്. അവിടെ SFIO കുറ്റപത്രം നൽകിയതിന് പിന്നാലെ തന്നെ അതിൻ്റെ പകർപ്പ് വാങ്ങി EDയും ശക്തമായ കള്ളപ്പണ വെളുപ്പിക്കൽ അന്വേഷണം നടത്തുന്നുണ്ട്. ED, SFIO, SIT പോലുള്ള ഏജൻസികളുടെ വഴി തടഞ്ഞാൽ പ്രതികൾക്കെതിരെ വരുന്ന നിയമവകുപ്പുകൾ എത്രത്തോളം ശക്തമാണെന്നറിയാമോ? നമുക്കതൊന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവത്തിന്റെ പശ്ചാത്തലം നമുക്ക് ആദ്യം ചുരുക്കി നോക്കാം. കേരളത്തെ പിടിച്ചുലച്ച കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡ് CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി 2026 മെയ് 26 കേരള ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. തൊട്ടടുത്ത ദിവസം, അതായത് മെയ് 27 ബുധനാഴ്ച രാവിലെ 6 മണിയോടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരെയും വസതികളിലും മരുമകനായ മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ വീട്ടിലും ഉൾപ്പെടെ 10ലധികം സ്ഥലങ്ങളിൽ ED ഒരേ സമയം പരിശോധന അങ്ങ് തുടങ്ങി. 7 മണിക്കൂർ നീണ്ട ഈ പരിശോധനയ്ക്ക് ശേഷം ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറുന്നത്. അവിടെ തടിച്ചുകൂടിയ രാഷ്ട്രീയ പ്രവർത്തകർ വലിയ തോതിൽ മുദ്രാവാക്യം വിളിക്കുകയും ED വണ്ടികൾ തടഞ്ഞ് കല്ലും ഇഷ്ടികയും എറിഞ്ഞ് ആക്രമിക്കുകയും ചെയ്തു. ഇതിലൂടെ വലിയൊരു ക്രമസമാധാന പ്രശ്നം മാത്രമല്ല അവിടെ ഉണ്ടായത്, മറിച്ച് ഇന്ത്യൻ പീനൽ കോഡിന് പകരം രാജ്യത്ത് നിലവിൽ വന്ന പുതിയ BNS നിയമങ്ങൾ പരസ്യമായി ലംഘിക്കപ്പെടുക കൂടിയാണ് ചെയ്തത്. നിയമം കയ്യിലെടുക്കുന്നവർ ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യം, ഇന്ത്യൻ ശിക്ഷാ നിയമം IPC ഇപ്പോൾ ഇല്ല, അത് മാറിപ്പോയി. ഇപ്പോൾ പ്രാബല്യത്തിലുള്ളത് ഭാരതീയ ന്യായ സംഹിത അഥവാ BNS ആണ്. കേന്ദ്ര ഏജൻസികളെയോ ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെയോ ഡ്യൂട്ടി ചെയ്യാൻ അനുവദിക്കാതെ തടഞ്ഞാൽ ഏതൊക്കെ ശക്തമായ വകുപ്പുകളാണ് അവർക്ക് നേരെ വരിക എന്നറിയാമോ? ഒന്നാമതായി BNX സെക്ഷൻ 221. മുൻപ് IPC ആയിരുന്നപ്പോൾ ഇത് 186 ആയിരുന്നു. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഡ്യൂട്ടി മനഃപൂർവ്വം തടസ്സപ്പെടുത്തുന്ന ഏതൊരു വ്യക്തിക്കും 3 മാസം വരെ തടവോ അല്ലെങ്കിൽ 2500 രൂപ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ ലഭിക്കാം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് ചെറിയൊരു ശിക്ഷയായിട്ട് തോന്നിയേക്കാം, എന്നാൽ ഇത് തുടക്കം മാത്രമാണ്, പുറകെ വരുന്നുണ്ട്. രണ്ടാമതായി BNS സെക്ഷൻ 132 പ്രകാരം ഇത് മുൻപ് IPCയിലെ 353 ആയിരുന്നു. ഡ്യൂട്ടിയിലുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കായികമായി ഉപദ്രവിക്കുകയോ ആക്രമിക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ക്രിമിനൽ ബലം ഉപയോഗിച്ച് ഭയപ്പെടുത്താൻ നോക്കുകയോ ചെയ്താൽ ഈ കടുത്ത വകുപ്പ് അയാൾക്കെതിരെ ചുമത്താം. ഈ വകുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് നോൺ ബൈലബിൾ ആണ്, അതായത് ജാമ്യമില്ലാ വകുപ്പാണ് എന്നാണ്. ഇതിന് കോടതിയിൽ നിന്ന് അത്ര എളുപ്പത്തിൽ ജാമ്യം ലഭിക്കുകയുമില്ല. മൂന്നാമതായി BNX സെക്ഷൻ 121. മുൻപ് അത് IPC 332 ആയിരുന്നു. ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ ഒരു സർക്കാർ ജീവനക്കാരനെ മനഃപൂർവ്വം പരിക്കേൽപ്പിച്ചാൽ ചാർജ് ചെയ്യപ്പെടുന്ന ഏറ്റവും കടുത്ത വകുപ്പ് ഇത്. ഉദ്യോഗസ്ഥർക്ക് നേരെ കല്ലെറിയുകയും വാഹനത്തിന്റെ ചില്ലുകൾ തകർത്ത് പരിക്കേൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഈ വകുപ്പാണ് വരുന്നത്. ഈ വകുപ്പുകൾ കൂടാതെ നിയമവിരുദ്ധമായി സംഘം ചേരൽ, അൺലോഫുൾ അസംബ്ലി, പൊതുമുതൽ നശിപ്പിക്കൽ, പ്രിവെൻഷൻ ഓഫ് ഡാമേജ് ടു പബ്ലിക് പ്രോപ്പർട്ടി ആക്ട് എന്നീ കുറ്റങ്ങളും ഇതിലേക്ക് അധികമായി കൂട്ടിച്ചേർക്കപ്പെടുമ്പോൾ സംഗതി ഗൗരവമാവും. ഇവിടെയാണ് നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ മാതൃകകളിലൊന്നായ പശ്ചിമ ബംഗാളിലെ സന്ദേശ് ഖാലി സംഭവം ഓർക്കേണ്ടത്. അവിടെയും സമാനമായ രീതിയിൽ റേഷൻ തട്ടിപ്പ് കേസ് അന്വേഷിക്കാൻ പോയ ED ഉദ്യോഗസ്ഥരെ ഒരു പ്രാദേശിക നേതാവിന്റെ ഗുണ്ടകൾ വളഞ്ഞിട്ട് ക്രൂരമായി ആക്രമിച്ചിരുന്നു. സംസ്ഥാന പോലീസ് അക്രമികൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ മടിച്ചപ്പോൾ കൽക്കട്ട ഹൈക്കോടതി നേരിട്ടിടപെടുകയും അക്രമക്കേസിന്റെ അന്വേഷണം മുഴുവനായി CBIക്ക് കൈമാറുകയും ചെയ്തു.
ബംഗാൾ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും സുപ്രീം കോടതി ആ ഹർജി പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. കേരളത്തിൽ ഇന്നലെ നടന്ന ആ സംഭവത്തിലും ഇത് തന്നെ വേണമെങ്കിൽ ആവർത്തിക്കാം. അക്രമം കാണിച്ചവർക്കെതിരെ സംസ്ഥാന പോലീസ് വിമുഖത കാണിച്ചാൽ ഇഡിക്ക് നേരിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കാം. കോടതി ഇടപെട്ട് ഈ ആക്രമണ കേസ് പ്രത്യേക CBI ടീമിനോ അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര ഏജൻസിക്കോ വിട്ടുകൊടുത്താൽ അക്രമത്തിൽ പങ്കെടുത്ത നേതാക്കളും അണികളും ഉൾപ്പെടെ എല്ലാവരും ഉള്ളിലാവും. മറ്റൊരു പ്രധാന കാര്യം, അന്വേഷണ ഏജൻസികളെ ഇത്തരത്തിൽ തടയുന്നത് യഥാർത്ഥത്തിൽ പ്രതികൾക്ക് വലിയ ദോഷമാണ് ചെയ്യുന്നത്. നിയമപരമായി ഏതൊരു പ്രതിക്കും അന്വേഷണത്തോട് സഹകരിക്കാനും ജാമ്യത്തിനായി അപേക്ഷിക്കാനും അവകാശമുണ്ടെന്നുള്ള സത്യമാണ്. എന്നാൽ ഒരു ഉദ്യോഗസ്ഥനെ ഔദ്യോഗിക ഡ്യൂട്ടി ചെയ്യാൻ അനുവദിക്കാതെ അക്രമം കാണിച്ചു തടഞ്ഞാൽ ഏജൻസികൾക്ക് കോടതിയിൽ വളരെ എളുപ്പത്തിൽ ഇങ്ങനെ വാദിക്കാം: പ്രതികൾ സ്വാധീനമുള്ളവരാണ്, അണികളെ ഉപയോഗിച്ച് അന്വേഷണം അട്ടിമറിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും ശ്രമിക്കുന്നു എന്ന്. ഇത് കോടതിയിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിക്കളയാനും കസ്റ്റഡി കാലാവധി നീട്ടിവാങ്ങാനും ഏജൻസികൾക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു ആയുധമാണ്. രാഷ്ട്രീയ ആവേശത്തിൽ വണ്ടി തല്ലിപ്പൊളിക്കുന്നവർ ഓർക്കുക, നിങ്ങളുടെ ഈ പ്രവൃത്തി കൊണ്ട് പ്രതിസന്ധിയിലാകുന്നത് നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ നേതാക്കൾ കൂടിയാണ്. നിയമം എപ്പോഴും നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകും. അതിനെ കായികബലം കൊണ്ടോ ആൾക്കൂട്ടം കൊണ്ടോ തടയാൻ നോക്കിയാൽ അത്തരം പ്രവണതകളെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത് എന്ന കാര്യം മറക്കരുത്. പ്രത്യേകിച്ചും BNS പോലുള്ള കർശനമായ നിയമങ്ങൾ രാജ്യത്തുള്ളപ്പോൾ. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ എന്താണ്? രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി തടയുന്ന രീതിയിലേക്ക് പോകാൻ പാടുണ്ടോ? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഈ ഉപകാരപ്രദമായ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഗ്രൂപ്പുകൾക്കും ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ രാഷ്ട്രീയ നിയമ വാർത്തകൾക്കായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.